തമാശോ? ആ ഞാൻ ഇപ്പൊ നിലമ്പൂർ തോട്ടത്തിൽ നിന്നാ. അവിടെ കടക്കാൻ പറ്റിയ ഇടിവിട്ട് തേക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേരെ കിട്ടോ, അവിടെ നോക്കിക്കോളൂ. പിന്നെ ആ ചന്ദനമരത്തിന്റെ കാര്യം അത് നമുക്ക് ആ സർപ്പക്ക വന്നിട്ട് എടുക്കാം. നമ്മളെ ആരെ തടയാനാ? അവന്റെ കാര്യം വലിയ പ്രശ്നമായി പോയി. ഇത്രയും ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ മരിച്ചില്ലേ? മരിച്ചല്ലോ, കൊന്നല്ലേ? കൊന്നതോ? ആര് കൊന്നു? എന്തിനെ? അറിയില്ല അവന്റെ അച്ഛനെ. അദ്ദേഹം പ്രശസ്തനായ എൻവയറമെന്റിസ്റ്റ് ആയിരുന്നു. ബൈസൺ വാലിയിലെ ചന്ദനക്കാർക്കെതിരെ അദ്ദേഹം സമരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2-3 പ്രാവശ്യം വധഭീഷണി വന്നത് ശിവ പറഞ്ഞെങ്കിലും ഇത്ര പ്രശ്നമാണെന്ന് ഞാൻ കരുതിയില്ല. സാധുവും തർമ്മവും കല്യാണത്തിന്റെ നേരമായി. നേരം ബാക്കിയിട്ടുണ്ടാക്കാം. ഇനി നാളെ ഉണ്ടാവും. എല്ലാം വിജയന്റെ കാര്യം സമാധാനിക്കാം. വിധിയല്ല, ചതി. എല്ലാം ഈശ്വരനിൽ അർപ്പിക്കും. മനസ്സമാധാനിക്കും. ഈശ്വരനോ? ഏത് ഈശ്വരൻ? ഒരു ഉണ്ടയെ പോലും നോക്കിയാൽ തന്നെ പാവ അച്ഛനെ വെട്ടിക്കൊന്നപ്പോ എവിടെ പോയി ഈശ്വരൻ? സാരമില്ല, എല്ലാത്തിനും പരിഹാരമുണ്ടാവും. പരിഹാരം ഉണ്ടോ? ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത് മരിച്ച എന്റെ അച്ഛന്റെ പദ ഞാൻ പിന്തുടരും. സൂര്യദേവന്റെ പത്നിയായ ഭൂമിദേവിക്ക് ദേവൻ നൽകിയ പച്ചപ്പുടവ അത് പിച്ചി ചീന്തി ഭൂമിയുടെ രക്തം ഊറ്റി കുടിക്കുന്ന കാവലികൾക്ക് ഒരേ ഒരു ശിക്ഷയുള്ളൂ, മരണം. അതിപ്പോ ഒരാളെ കൊല്ലുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദം. ശരിയാണ്, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ കാടുകൾ ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ കാരണം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസോൺ പാളിപ്പോൾ വിള്ളലിരിക്കുന്നു. വനങ്ങളുടെ നശീകരണം കാരണം വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളുടെ എണ്ണം അതിന് വർദ്ധിക്കുന്നു. നമ്മൾ പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തിനും ഞാൻ നിന്റെ കൂടെയുണ്ട്. മരം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് എത്തിയിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾ നോക്കണ്ട. ഇന്നും തന്നെ അവൻ തുടങ്ങിയ പണിയൊന്നുമില്ല. ശരി, പിന്നെ വിളിക്കാം. ആ ഫോറസ്റ്റ് ഓഫീസർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. 2 ലോറിയാ പിടിച്ചിട്ടേക്കുന്നത്. ആ പരിസ്ഥിതി പ്രവർത്തകൻ സജനാവിന് സ്ഥിതിയായിരിക്കും അവര്. എന്നാ തീർത്തേക്കട്ടെ.
ഇതല്ലേ ആ ചന്ദ്രക്കഴുത്തിന്റെ കാര്യം? ആ രാവിലെ വിളിച്ചാണല്ലേ? ആ അതെ. നമ്മൾ കുറച്ച് മാറി സംസാരിക്കാം. നല്ല കല്യാണം പോകും. ഇതെന്താ ഇവിടെ? അത് എല്ലാത്തിനും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. നിങ്ങൾക്കാരാ? മുന്നിൽ കാണുമ്പോൾ നിനക്ക് എന്താണ് തോന്നുന്നത്? എന്റെ മരമിൽ വന്ന് എന്നെ കൊല്ലാമെന്നോ? ഇവിടെ നിന്നൊക്കുന്ന ഒരുത്തനും സംശയിക്കില്ല. ഞാൻ നിങ്ങൾക്ക് എന്ത് പറയുന്നത് ചെയ്യാം? എന്നെ കൊല്ലരുത്. പ്രകൃതിയുടെ പടയാളിയായ എന്റെ പാവാച്ചനെ വെട്ടിക്കൊന്നപ്പോഴും നിഷ്ഠൂരം മരങ്ങൾ മുറിച്ച് മാറ്റുമ്പോഴും പ്രകൃതി ദേവിയെ ചൂഷണം ചെയ്യുമ്പോൾ നിനക്കില്ലാത്ത ആധികാരം അതെന്തിനേക്ക് നിന്നോട് വേണം? പ്രകൃതിക്കും എന്റെ അച്ഛനും വേണ്ടി ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ശരിയായ തെറ്റ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. കുപ്രസിദ്ധ ചന്ദനത്തരി കടത്തുകാരനായ ജോയ് ഇടുക്കളെ നിലമ്പൂർ കാടൂരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കേരളത്തിൽ വൻകിട മരം മാഫിയ തലനായ ഇദ്ദേഹം പൊന്നാനി നിയോജക മണ്ഡലത്തിൽ നിന്നും MP ആയി മത്സരിക്കാനിരിക്കവെയാണ് കൊല്ലപ്പെട്ടത്. പോലീസിന്റെ വിവരമനുസരിച്ച് സംഭവ സ്ഥലത്തു നിന്നും ഗോ ഗ്രീൻ, ഗ്രോ ഗ്രീൻ, തിങ്ക് ഗ്രീൻ, പ്രകൃതിയെ കൊല്ലുന്നവൻ കൊല്ലപ്പെടും എന്നെഴുതിയിരിക്കുന്ന ഒരു സന്ദേശവും കണ്ടെത്തിയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ബൈസൺ വാലിക്കടുത്തുള്ള തലമുറയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട നരേന്ദ്ര ഷെട്ടിയുടെ കൊലപാതകത്തിന് പിന്നിലും ഈ കൊലപാതകത്തിന് പിന്നിലും പ്രവർത്തിച്ചത് ഒരേ വ്യക്തിയാണെന്നാണ് പോലീസ് നിഗമനം. മരം കടത്തൽ, വനനശീകരണം തുടങ്ങി പ്രകൃതിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഈ സംഘം. ഭാസ്കറിന്റെ ബില്ല് വെച്ചാൽ മതി. ഭാസ്കരൻ മുതലാളിയുടെ ബില്ലെവിടെ? താനാരാ? ഞാൻ നമ്മുടെ കുരിശിന്റെ അവറാച്ചൻ മുതലാളിയുടെ ആണോ? അല്ല, ഏത് അവറാച്ചൻ? അല്ല, നമ്മുടെ അവറാച്ചൻ മുതലാളി അറിയില്ലേ? അപ്പൊ മറിയൂർക്കാട് ഒറ്റ രാത്രി കൊണ്ട് വെട്ടി നിർത്തിയത് പുള്ളിയാ. സർവീസിലതാ. ആ മുതലാളി എത്തിയല്ലോ. അല്ല എന്തെവിടെ? ആ ഭാസ്കരനെ കണ്ടിട്ട് കാര്യമുണ്ട്. മറയൂർക്കാട് വെട്ടി നിർത്തിയ താനാണല്ലേ? തന്റെ കാര്യം ഞങ്ങളേറ്റു, എന്റെ കാര്യം ഞങ്ങളേറ്റു.